ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ റെഡിയാക്കാൻ പോണ. പാചകം അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. നല്ല പഴുത്ത പഴം നോക്കി എടുത്തേക്കണേ. നേന്ത്രപ്പഴം ഇല്ലാത്തവർ ചെറുപഴം വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ അപ്പം റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തൊലി കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് ഇടാം. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. കുറച്ച് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പഴം നല്ലോണം സ്മാഷ് ചെയ്തെടുത്തു. പഴത്തിലേക്ക് ഒരു അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ശർക്കര കൂട്ടുമൊക്കെ ചെയ്തോളൂ കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇത് കറക്റ്റായിരിക്കും. 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, 1 നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് നാളികേരം ചിരകി, 1 ടീസ്പൂൺ നെയ്യ്, 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഫൈൻ പൊടി വേണമെന്നില്ല, ഏതാണോ കയ്യിലുള്ള അത് യൂസ് ചെയ്യാട്ട. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ ടേസ്റ്റ് വേണം മുമ്പിൽ നിൽക്കാനായിട്ട്. അപ്പം അതനുസരിച്ച് അരിപ്പൊടി ചേർക്കാം. ഞാൻ ചേർത്തതിൻ്റെ ശേഷം എന്തോരം എടുത്തിട്ടുണ്ടെന്ന് പറയാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ എടുത്ത 1/2 കപ്പ് അരിപ്പൊടി വേണ്ടി വന്നു കേട്ടോ. ഇതേ അളവിൻ്റെ നിങ്ങൾക്ക് ആവണമെന്നില്ല. നിങ്ങൾ എടുക്കണ പഴത്തിൻ്റെ അനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് മാറും. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ റെഡിയാക്കാനായിട്ട് ഞാൻ ഇല എടുത്ത് ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കോൺ ഷേപ്പിലാണ് ഞാൻ ഇല മടക്കണത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ കോൺ ഷേപ്പിൽ റെഡിയാക്കി അടിയിൽ ഹോൾ ഉണ്ടാവരുത് കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ അടിയിലേക്കൊക്കെ പോയിക്കോളൂ. ഇനി നമുക്കിത് ഇങ്ങനെ മടക്കാം. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ ഇലയിൽ വെച്ച് കൊടുത്ത് ഷേപ്പാക്കി. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം വേവാൻ വെച്ചിട്ട് 20 മിനിറ്റായി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം തണുത്തു, നമുക്ക് ഇലയിൽ നിന്ന് മാറ്റാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉള്ള 2-3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കിയേക്കണേ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.